ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ വിവിധ ക്രൈസ്തവ സഭകൾ നേതൃത്വത്തിൽ നടന്നുവരുന്ന പ്രതിഷേധം തണുപ്പിക്കാൻ ബിജെപിയുടെ ശ്രമം. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ CBCI അധ്യക്ഷനും തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പുമായ മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. അടച്ചിട്ട മുറിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ മാർ ടോണി നീലങ്കാവിലും പങ്കെടുത്തു. കൂടിക്കാഴ്ച 3/4 മണിക്കൂറോളം നീണ്ടുനിന്നു. വിഷയത്തിൽ പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എന്നിവരുടെ ഇടപെടലുകളെക്കുറിച്ച് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ആർച്ച് ബിഷപ്പിനെ അറിയിച്ചു. തങ്ങളുടെ വേദനയും അമർഷവും അറിയിച്ചതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മതസ്വാതന്ത്ര്യത്തിനെതിരാണ് കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. എത്രയും വേഗം കന്യാസ്ത്രീമാരെ മോചിപ്പിക്കണമെന്നും ക്രൈസ്തവർക്ക് നീതി ഉറപ്പാക്കണമെന്നും ബിഷപ്പ് പറഞ്ഞു. രണ്ട് സിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് കുഷ്ഠരോഗികളെ, പാവപ്പെട്ടവരെ മാത്രം ശുശ്രൂഷിക്കാൻ വേണ്ടി നടന്ന 40 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെയുള്ള സിസ്റ്റേഴ്സ് ഞങ്ങൾക്ക് വേദനയും ദുഃഖമുണ്ട്. ഒപ്പം തന്നെ ഞങ്ങൾ ഇവരെ ബന്ധപ്പെട്ട അധികാരികൾ ഇത് ഭരണഘടനയ്ക്ക് എതിരായിട്ടുള്ളതാണ്, മതസ്വാതന്ത്ര്യത്തിനെതിരാണ്. ഒപ്പം തന്നെ ക്രൈസ്തവർ ഇന്ത്യയിൽ പലതരത്തിൽ, അത് ഓരോ സ്റ്റേറ്റുകളിലും ഓരോ തരത്തിലാണ് വിവേചനങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിനെതിരെയുള്ള എത്രയും വേഗം, ഞങ്ങളുടെ ആഗ്രഹം ഇത്രയേ ഉള്ളൂ, എത്രയും വേഗം ഈ സിസ്റ്റേഴ്സിനെ റിലീസ് ചെയ്യുകയും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. എല്ലാവരും, രാജീവ് ചന്ദ്രശേഖറാണ് അത് റെസ്പോണ്ട് ചെയ്തത് ആദ്യം. ഇത് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക് ആവശ്യമായിരിക്കുന്ന സിസ്റ്റേഴ്സിനെ എത്രയും വേഗം റിലീസ്ഡാകണം. നീതിയും ഒപ്പം തന്നെ സുരക്ഷിതത്വവും ന്യൂനപക്ഷങ്ങൾക്ക് ഈ സിസ്റ്റേഴ്സിന് ഈ വേഷത്തിൽ നടക്കുന്നത് ഇതെല്ലാം ഞങ്ങൾ അവരെ ബന്ധപ്പെട്ടവരെല്ലാവരും അറിയിച്ചു. കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു തന്നിട്ടുണ്ടെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സംസ്ഥാന സർക്കാർ ജാമ്യത്തെ എതിർക്കില്ല എന്ന് പ്രധാനമന്ത്രിയും അമിത്ഷായും ഉറപ്പു തന്നിട്ടുണ്ട്. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുത്. ഛത്തീസ്ഗഡിൽ നടന്നത് തെറ്റിദ്ധാരണയാണ്. കോടതി വഴി ജാമ്യം നൽകാനാണ് ശ്രമം. ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ല എന്ന് ഉറപ്പു നൽകിയതായും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എനിക്കും ഞങ്ങളുടെ സർക്കാർ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കും ഞങ്ങളുടെ പാർട്ടിക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റ ഒരു ലക്ഷ്യമാണ് ഇവർക്ക് ജാമ്യം നൽകുക. അവർ ഈ കോർട്ട് പ്രോസസ്സിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് ഇറങ്ങി മടങ്ങി വീട്ടിൽ. അപ്പോൾ ഇതിന് എല്ലാവരും ഇതിനെക്കുറിച്ച് രാഷ്ട്രീയ പ്രിസമിൽ കൂടെ നോക്കേണ്ട ആവശ്യമില്ല. അത് ഞങ്ങൾ അങ്ങനെയല്ല കാണുന്നത്. ഇനിയിപ്പോൾ നാളെ നിങ്ങൾ എന്നോട് വിളിച്ച് ചോദിച്ചാൽ നിങ്ങളെ സഹായിക്കും.